റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റു. ADGP H. വെങ്കടേഷ് ബാറ്റൺ കൈമാറി. റവാഡയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി മുഖ്യമന്ത്രിക്കൊപ്പം കണ്ണൂരിൽ. വെല്ലുവിളികളുള്ള ചുമതലയെന്ന DGP റവാഡ ചന്ദ്രശേഖർ സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ നീതി ഉറപ്പാക്കും. പോലീസ് സേനാംഗങ്ങളുടെ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള നടപടിയുണ്ടാകുമെന്നും റവാഡ ചന്ദ്രശേഖർ. മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാനതല പ്രതിഷേധം ഇന്ന്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് മാർച്ച് നടത്തും. AICC സെക്രട്ടറി KC വേണുഗോപാൽ കണ്ണൂരിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊച്ചിയിലും പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായില്ല. നിലവിലെ ചികിത്സ തുടരാൻ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. ട്രെയിൻ നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ. AC കോച്ചുകളിൽ കിലോമീറ്ററിന് 2 പൈസ വർദ്ധിക്കും. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് 1 പൈസയും വർദ്ധിക്കും. നോൺ AC ടിക്കറ്റുകൾക്ക് 500 കിലോമീറ്റർ വരെ വർധനയില്ല. പുതുക്കിയ നിരക്ക് വന്ദേ ഭാരതിനടക്കം ബാധകം. തത്കാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗുകൾക്ക് ഇനി മുതൽ ആധാറും നിർബന്ധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം നാളെ മുതൽ. 8 ദിവസത്തെ പര്യടനത്തിൽ സന്ദർശിക്കുക 6 രാജ്യങ്ങൾ. ആദ്യ യാത്ര ഘാനയിലേക്ക്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം. സിറിയക്കെതിരായ ഉപരോധം അവസാനിപ്പിച്ച് US. സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ പിൻവലിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ്. മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനുള്ള ഉപരോധം തുടരും. കൊൽക്കത്ത ലോ കോളേജിലെ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ യുവതിയെ ഉപദ്രവിക്കാൻ ഗൂഢാലോചന നടത്തിയതായി പോലീസ്. പെൺകുട്ടിയെ കോളേജിലെത്തിയ ആദ്യ ദിനം മുതൽ മുഖ്യപ്രതി മനോജിത് മിശ്ര ലക്ഷ്യമിട്ടിരുന്നതായും പോലീസ്. പ്രതികൾ മറ്റ് വിദ്യാർത്ഥികളോടും മോശമായി പെരുമാറി. പീഡന ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം.